ആനയുണ്ടാവും, പുലിയുണ്ടാവും, കരടിയുണ്ടാവും. പറഞ്ഞ അനുസരിക്കാത്ത കുട്ടികളെ പിടിച്ചോണ്ട് പോവുകയും ചെയ്യും. ഡാഡി, ഉണ്ണിക്കുട്ടൻ പറഞ്ഞ അനുസരിക്കില്ലെന്ന് അവരെങ്ങനെ അറിയാ? അതാരെങ്കിലും പറഞ്ഞു കൊടുക്കും. മായ പറഞ്ഞു കൊടുക്കോ? ചെലപ്പോ. ഓക്കെ ഡാഡി, മായ പറഞ്ഞു കൊടുക്കുന്നു. മോക്കറിയണ്ട കേട്ടാ, ഏത് പുലി പിടിക്കാൻ വന്നാലും ഈ അങ്കിളിനോട് പറഞ്ഞാൽ മതി. ഈ കാട്ടിലുള്ള മൃഗങ്ങൾക്കെല്ലാം അങ്കിളിനെ ഭയങ്കര പേടിയാണോ? ഈ റൂട്ടിൽ മൃഗങ്ങൾ ഇറങ്ങാറുണ്ടോ? സന്ധ്യ കഴിഞ്ഞാൽ മിക്കവാറും കാണാറുണ്ട്. ഒരു 5-6 മാസം മുമ്പ് വരെ വണ്ടിയുടെ ശബ്ദം കേട്ട ഒരു കൊമ്പൻ ഇറങ്ങി വരുമായിരുന്നു. ഓ, അതൊന്നും ഇപ്പോഴില്ല സാറേ. മുമ്പ് 2-3 ജീപ്പ് കുത്തി മരത്തി കൊക്കയിലേക്ക് ഇട്ടു. പ്രശ്നക്കാരനാന്ന് കണ്ടപ്പോ അപ്പേ തട്ടിയില്ലേ? ആര്? അല്ല, അത് അച്ചായനാവും. എന്റെ സാറേ, ഇവിടെ എന്ത് നടന്നാലും അത് അച്ചായനോട് എൻഗേജ് ചെയ്യുന്നതായിരിക്കും. ഞങ്ങളാരും ഇങ്ങോട്ട് ഓട്ടം തന്നെ വരാറില്ല. പിന്നെ സാറ് പുതിയതായി ചാടെടുക്കാമെന്ന ഫോറസ്റ്റ് ആയതുകൊണ്ടാ ഞാൻ ഈ ഓട്ടം വന്നത്. അത്രയ്ക്ക് മോശം സ്ഥലമാണോ? നമുക്കൊന്നും ഒരു കുഴപ്പമില്ല സാറേ. അപ്പൊ മുമ്പുണ്ടായിരുന്ന ഫോറസ്റ്റ് രാജശേഖരൻ സാറിന്റെ കാര്യം അതിരി കടുപ്പമായി പോയി. രംഗയ്ക്കെതിരെ കളിക്കുന്നവരാരും ഇവിടെ അധികാരം നിൽക്കില്ല. അതിനുള്ള വകുപ്പുകൾ അച്ചായനുണ്ടാക്കും. ഏതവനാടോ ഈ അച്ചായൻ? ശരിക്കുള്ള പേരൊന്നും ആർക്കും അറിയില്ല സാറേ. കക്ഷി എപ്പോഴും അങ്ങ് തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു മന്ത്രിയുടെ കൂടെ ഉണ്ടാവും. ഇവിടെ ഒരു അനിയനുണ്ട്. എന്നതാ അവന്റെ പേര്? ഡേവിഡ്. അതിലും കഷ്ടമാ. എന്തെങ്കിലും ഒരു വെട്ടുകുത്തും ഇല്ലാത്ത ഒരു ദിവസം പോലും ഇല്ല. അതുകൊണ്ട് നമുക്കിവിടെ നല്ല നേരം പോക്കാം. എന്താടോ ഇത്? ആളുകളാ. വേണ്ട, പുലിവാലിലൊന്നും ചെന്ന് ചാടണ്ട സാർ. ആ രംഗയുടെ ആൾക്കാരാ. ഇത് ഇവിടുത്തെ സ്ഥിരം പരിപാടിയാ. മോനെ ഉണ്ണിക്കുട്ടാ, മോനെ നിക്കതാ. മോനെ എവിടെ? മോനെ ഫോട്ടോ ഇതാ. അനിയടിച്ചു വെക്കാനല്ലേ, ഞാൻ തരൂല. ഡാഡിയോട് ഉണ്ണിക്കുട്ടൻ പറഞ്ഞിട്ടില്ലേ മമ്മിയുടെ ഫോട്ടോ ആണിയടിച്ചു വെക്കില്ലെന്ന്? മേശയിൽ വെച്ച് നിനക്ക് താഴെയിട്ട് പൊട്ടിക്കാനല്ലേ മോനെ? അന്ന് അറിയാതെ താഴെ പോയതല്ലേ. ഉണ്ണിക്കുട്ടൻ തല്ലിയിട്ട് പൊട്ടിച്ചതൊന്നും അല്ലല്ലോ. എന്നാൽ ഇനി എന്റെ ഉണ്ണിക്കുട്ടന്റെ ഇഷ്ടം. ഡാഡി ആണി അടിച്ചു വെക്കുന്നില്ല. സത്യം? സത്യം. കുട്ടപ്പാ, സാർ ഡ്യൂട്ടി കഴിഞ്ഞില്ലേ? ഓ സാർ. എന്നാ ഇനി പൊയ്ക്കോ. ശരി സാർ. രാവിലെ വണ്ടി അയക്കാൻ മറക്കരുത്. ശരി സാർ. സാർ, പുതിയ റേഞ്ചർ ഉടനെ വരും. സാർ, അദ്ദേഹത്തിന്റെ ക്വാർട്ടേഴ്സ് ഒക്കെ വൃത്തിയാക്കിട്ടോ? ഓ, സാറിന്റെ ക്വാർട്ടേഴ്സും റേഞ്ചറിന്റെ ക്വാർട്ടേഴ്സും കഴിഞ്ഞ മാസം തന്നെ വൃത്തിയാക്കി സാർ. ഡ്യൂട്ടിയുടെ കാര്യത്തിൽ കുട്ടവ കറക്റ്റാ. വെരി ഗുഡ്. കോട്ടെ സാർ. പുതിയ ഫോറസ്റ്റർ, മിടുക്കൻ, ചെറുപ്പക്കാരൻ, ആദർശധീരൻ, നല്ല ആരോഗ്യവാൻ. ഓ, പിന്നെ ഇവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങാൻ ഭയങ്കര ആരോഗ്യം വേണ്ടി വരും. എന്നാല് ഇനി ഈ ഉറക്കം തൂങ്ങലൊക്കെ മാറും എന്റെ അന്തോണി സാറേ. എന്താ ഒരു ഐശ്വര്യം. ഒരു മോനും പെങ്ങളും ഉണ്ട്. നല്ല സ്നേഹമുള്ളവര്. നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന തരമല്ലേ? എവിടെന്ത്? നിങ്ങളെയൊക്കെ വരച്ച വരെ നിർത്തും. നമ്മുടെ കവലെ വെച്ച് ചന്തവും കൂട്ടരും അടി, പൊരിഞ്ഞ അടി. ഞാൻ നോക്കുമ്പോ നമ്മുടെ ഫോറസ്റ്റർ ജീപ്പിന്ന് അങ്ങോട്ട് ചാടി ഇറങ്ങാൻ നോക്കുക. പോവല്ലേ എന്ന് പറഞ്ഞ് മോനും പെങ്ങളും ഭയങ്കര കരച്ചില്. അവരെ തിരിഞ്ഞു പോലും നോക്കാതെ അടി നടക്കുന്നിടത്തേക്ക് അദ്ദേഹം കൊണ്ട് കുതിക്കുക. ഞാൻ വേറൊന്നും ചിന്തിച്ചില്ല. ഒരൊറ്റ പിടുത്തം. അവിടെ നിന്ന് ജീപ്പി കയറ്റി ക്വാർട്ടേഴ്സിൽ കൊണ്ടുവന്ന് ആക്കി കൊടുത്തു. എത്ര വലിയ കൊല കൊമ്പനായാലും ശരി, ഈ അന്തോണിക്ക് പുല്ലാണ്. എന്തുകൊണ്ട് ഞാൻ സീനിയറിന് എന്നെ കയറി ഭരിക്കാനങ്ങ് വന്ന അന്തോണിയുടെ തറ സ്വഭാവം അയാൾ അറിയും. പൂരപ്പറമ്പിൽ ഡിഗ്രി എടുത്തതായി അന്തോണിയെ. എന്തോട്ടൊക്കെ കന്നാലും ഇത്ര ചിരിക്കാൻ? ഞാൻ ആ കാണാൻ പോകുന്ന പൂര ഓർത്ത് ചിരിച്ചു പോയതാണ്. അച്ചടക്ക ലംഘനം എന്റെ നിഘണ്ടുവിലില്ല.
അതിർത്തി കടക്കുന്ന ശത്രു സൈന്യത്തെ ചറപറ വെടിവെച്ചിട്ടുള്ളവനാണ് ഈ ലാൻസ് നായിക് അനന്തൻ നമ്പ്യാർ. മിലിറ്ററി ഡിസിപ്ലിൻ എന്റെ കുടുംബത്തിൽ എല്ലാവർക്കും നിർബന്ധമാണ്. ഇല്ലെങ്കിൽ ശത്രുവെന്നോ മിത്രമെന്നോ ഞാൻ നോക്കില്ല. ഷൂട്ട് ചെയ്യും ഞാൻ. എടുത്തുകൊണ്ട് പോ ആ സാധനത്തെ. ചെല്ലടോ. അന്തോണി ചേട്ടാ, കുട്ടപ്പൻ ചേട്ടാ, ഈ സാധനങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ ഒന്ന് രക്ഷിക്കൂ. എന്താടോ ശവം, പൊടു, ദുഷ്ടൻ, കശ്മലന്മാർ, തെണ്ടികൾ. ഒരു പ്രാവശ്യത്തേക്ക് കൂടി ഞാൻ മാപ്പ് തരുന്നു. ഇനി ഇവന് ലീവ് കൊടുത്താൽ that's the end of the news. ഇല്ലേ മോനെ വീരാ, അയ്യോ എന്തുട്ട് അക്രമം ഈ കാണിച്ചത്. ഇങ്ങനെയാണ് അച്ഛൻ മോനെ ശിക്ഷിക്കുന്നത്. അന്തോണി ചേട്ടാ, സാറില്ല, എന്തുട്ടായാലും ഇവിടെ എത്തിക്കിട്ടില്ല. ആ കാലമേടൻ എന്റെ അച്ഛനല്ല, ദുഷ്ടനാ സാധനം. ഇത്രയും വീരശൂര പരാക്രമിയായ ചേട്ടന് എങ്ങനെ ഒരു നരം ജലിച്ചത്? അതിശയമല്ലേ? ചേട്ടനെ വീരവനെ കണ്ട അച്ഛനും മോനും എന്ന് പറയേല്ല. പിന്നെ മോനും ആ അതിരിക്കട്ടെ വീരമണി, ഒരു ദിവസം ലീവ് എടുത്ത് പോയിട്ട് ഇത്രയും ദിവസം നീ എന്തെടുക്കാറുന്നു? ഇപ്പൊ കണ്ടില്ലേ തല പോണത് എന്റെ. ഇവിടുന്ന് പോയെന്ന് ബസ്സിൽ വെച്ചേ ഒരു ചേട്ടനെ പരിചയപ്പെട്ടു. നല്ല സുന്ദരൻ ചേട്ടൻ. അപ്പൊ ചേട്ടൻ പറയും ആ ചേട്ടന്റെ വീട്ടിൽ ആരില്ലെന്ന്. അങ്ങനെ ഒരു ദിവസം ഞാൻ ആ ചേട്ടന്റെ വീട്ടിൽ നിന്നു. അത് കഴിഞ്ഞ് വേറൊരു ബസ്സിൽ കയറിയപ്പോ വേറൊരു ചേട്ടനെ. മതി മതി മതി, മനസ്സിലായല്ലേ? ആ, മനസ്സിലായി. ബട്ടൻസ് ഇട്ടിട്ടില്ല, മത്തങ്ങ വയറൻ. പിന്നെ ഡിക്കിൽ കയറിയത് ഓർമ്മ വിളിച്ചേട്ടോ. വാ വാ വാ. കശ്മലട്ടൻ. തമാശല്ലേ ചേട്ടാ? എന്തോന്നാ എന്റെ രഹസ്യാവും? ഏതിന്റെ? ഈ നിത്യയൗവനത്തിന്റെ. ആ തന്നെ പോലെ സർക്കാർ സർവീസ് ആണെന്നും പറഞ്ഞ് ഉറക്കൊന്നും ഇങ്ങോട്ട് കാര്യമില്ല. കാശ് മുടക്കി നല്ല ഹെയർ ഡൈ വാങ്ങിച്ച് തലയെ പുരട്ടി ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യണോട്. ഓ, ആത്മാർത്ഥത കൂടിപ്പോയിട്ടാണോ വീരമണി ഇങ്ങനെ ആയത്? പരിഹസിക്കണ്ട. ഇന്നല്ലെങ്കിൽ നാളെ അവന്റെ അവസ്ഥയ്ക്കൊരു മാറ്റം വരും. ആ, വരുത്താൻ എന്നാലാവുന്നത് ഞാനും ചെയ്യാം. നമുക്കൊരു ഓപ്പറേഷൻ നടത്തിയാലെന്താ? അയ്യോ, അവന് ഭയങ്കര പേടിയാ. പേടിച്ചാലെങ്ങനാ? അതിന് മറ്റൊരു മാർഗം കണ്ടു. അതെന്താ? പകരം ഞാൻ ഓപ്പറേഷൻ നടത്തി. ആ അന്തോണി ചേട്ടാ, ആ കാലമട ചത്തുന്നാ തോന്നണേ. അച്ഛൻ ചെത്ത് ലീവ് കിട്ടോ? എന്നാ അടിയന്തര കേമാക്കണം. കുച്ചിപ്പുറത്ത് കുമാരിയമ്മോട് പറയണം, മലപ്പുറത്ത് കൊടുത്തിട്ടുള്ള വെല്ലുമോടും പറയണം, തിരുവനന്തപുരത്ത് അപ്പച്ചോട് പറയണ്ട. അതെന്താ? അപ്പച്ചിട്ട് കെട്ടിയ മഹാകുടീന വഷളൻ. ഇരുട്ടി കഴിഞ്ഞ എന്നെ കഥ പറയാൻ വിളിക്കുന്നേ. ഒന്ന് പുറത്തെണ്ടി. സാധനം കുമ്പളങ്ങ വയറൻ. കേട്ടെന്ന് ചേട്ടാ, എന്റെ അച്ഛന് പൊറ്റി പണിയില്ല. പട്ടാളത്തിന് പോന്നതിന് ശേഷം പുള്ളിക്കാരൻ പാനയുടെ പിന്നല്ലയാ. ഗവേഷണം എത്ര ഗവേഷണം. എല്ലാ പൂരപ്പറമ്പിൽ പോവും, എന്നെ കൂട്ടില്ല. ഇനിയിപ്പോ നമ്മുടെ കൂടെ താമസിച്ചിട്ട് പാതിരിക്കിറങ്ങി ആനയെ തപ്പാൻ പോകുന്ന എന്റെ പേടി. നീ എന്തോടേ പറയണേ? ശത്രുക്കളുടെ വെടിയേറ്റ് മരിക്കണം നല്ലതല്ല ഈ ആന ചവിട്ടിക്കൊള്ളണത്. അത് ശരിയാണല്ലോ. ചക്ക തിന്നാല് ചുക്ക. ശ്ശോ, ഇങ്ങനെ വെള്ളം ചേർക്കാതെ അടിക്കുന്ന ചേട്ടനൊരു മഹാഭാഗ്യവാൻ തന്നെയാണ്. ഇത് പട്ടാള ചിട്ടയാ. ആ പട്ടാളത്തിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടും സ്വസ്ഥമായിട്ടിരുന്ന് വെള്ളമടിക്കാനുള്ള വക സർക്കാരിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ. അതൊരു മഹാഭാഗ്യം. വെറുതെ അല്ലല്ലോ, യുവത്വം മുഴുവൻ മാതൃരാജ്യത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടല്ലേ. എന്റെ അന്തോണി സൂണേളാ, ഇതുപോലൊരു ജോലി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. അതിനുള്ള ധൈര്യം വേണം, തന്റെ ഇടം വേണം. തനിക്ക് പറ്റിയ പണി ഇപ്പോഴത്തെ തന്നെ അതെങ്കിലും ആത്മാർത്ഥമായിട്ട് ചെയ്യും. യുദ്ധകാലത്തെ കാർഗിലിലെ മഞ്ഞുമലകളിൽ കാതോർത്ത് കിടന്നിട്ടുണ്ട്. മഞ്ഞി കിടക്കാതെ കട്ടിൽ കിടന്നാലും പാടില്ല, കാവലാണ്. ഏത് സമയത്തും വെള്ളവടി ശത്രുക്കളുടെ ആക്രമണം ഉണ്ടാകും. തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ട് കിടക്കുമ്പോ പൂരപ്പറമ്പിൽ പോയി ഒന്ന് കാതോർത്ത് കിടക്കും. പിന്നെ ഏത് യുദ്ധസ്ഥലത്ത് പോയി കിടന്നാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഷൂട്ട് ചെയ്യും ഞാൻ. യു ഇൻസൾട്ട് മീ. ഇപ്പൊ ഷൂട്ട് ചെയ്യാനൊന്നും നിൽക്കണ്ട. കേരളത്തിൽ എത്ര തരം ആനകളുണ്ടെന്നും അവയുടെ മാരീഡ് ലൈഫ്, ആചാരമര്യാദകൾ, ഭക്ഷണക്രമം, പ്രജനനം ഇവയെക്കുറിച്ചൊക്കെ റിസർച്ച് നടത്തി ഡോക്ടറേറ്റ് പിച്ചടി എടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ഇനിയുള്ള എന്റെ ജീവിതം ഞാൻ ആനകൾക്കായി സമർപ്പിക്കുകയാണ്. ഒരു മോനല്ലാതെ വേറെ ആരുമില്ലല്ലോ. സമർപ്പിക്കാം. വീരമണി, ഈശ്വര, എത്ര നാളായി എന്റെ കൗസുനൊന്ന് കണ്ടിട്ട്. ദേ ഞാനിപ്പോ വീരമണിയുടെ കാര്യം ചോദിച്ചതേ ഉള്ളൂ. ഇത്തവണയെ അച്ഛൻ വന്നിട്ടുണ്ടല്ലേ? അതിന്റെ കാര്യം പറയാതിരിക്കാൻ നല്ലത്. അച്ഛൻ ഇപ്പോഴും ഞാനിട പറയില്ല പിണ്ടത്തിനാ. വീരമണി, സ്ത്രീ സംസർഗം പാടില്ലെന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലേ? ഇത് നല്ല കുറ്റ. എനിക്ക് ആരോടും മിണ്ടാൻ പാടില്ല. ആണുങ്ങളോട് മിണ്ടി അതിന് കുറ്റം, പെണ്ണുങ്ങളോട് മിണ്ടി അതിനും കുറ്റം. എന്നാ പിന്നെ ആണും പെണ്ണും കെട്ടവരോട് മിണ്ടാന്ന് വെച്ചാ അച്ഛനിട്ട് നേരമില്ല. ഒരു തേരട്ടെ ബേച്ചുകാരൻ വന്നിരിക്കുന്നു. വരി കൗസു. വീരമണി, മാറ്. അടുക്കരുത്. അങ്ങോട്ടല്ല. ഞാൻ താഴെ ഉണ്ട് ട്ടോ.
കിട്ടി. കുട്ടപ്പാ, ഇതേത് ആനയുടേതാണെന്ന് പറയാൻ പറ്റുമോ? പിന്നെന്താ കാട്ടാനയുടെ. നിനക്കും ഡോക്ടറേറ്റിന് സാധ്യതയുണ്ട്. ഇത് കാട്ടാനയുടേതല്ല. ചേട്ടാ ഈ ഗാഡ് കുട്ടപ്പൻ മണം പിടിച്ച് പറഞ്ഞതൊന്നും ഇതുവരെ തെറ്റിട്ടില്ല. തെറ്റിന്ന് ഞാനും പറഞ്ഞല്ലോ. എടാ മരക്കഴുത, ആഫ്രിക്കൻ ആന, ബീഹാർ ആന, കേരള ആന എന്നിങ്ങനെ ആനകൾ പലതരത്തിലുണ്ട്. കാട്ടാന എന്നൊരു ആന ഇല്ല. ചേട്ടൻ തീർച്ചയായും കിട്ടും ഡോക്ടറെ. ചേട്ടനെ പോലെ തന്നെ ഡാക്ടർ ആവണം എന്ന് പറഞ്ഞ് എന്റെ ഒരു പെങ്ങള് കിടക്കുന്നുണ്ട്. ആനയെ കുറിച്ചല്ലേ ഈ കാട്ടി കാണുന്ന കുറ്റിച്ചെടികൾ മുഴുവൻ വേരോടെ പിഴുതെടുത്തോണ്ട് വന്ന് വീട്ടിലിട്ട് ഗവേഷണം നടത്തുക. എന്നിട്ടെന്തായി? വീട്ടിൽ പാമ്പ് കയറി. അയ്യോ, അപ്പൊ ഞാൻ പറഞ്ഞു നിനക്ക് ആവശ്യമുള്ളത് എന്നോട് പറഞ്ഞ ഞാൻ മണത്തു തരാം, നീ അത് മാത്രം പിഴുതെടുത്താ മതിയെന്ന്. ഇപ്പൊ മണക്കുന്ന കാര്യത്തിൽ അവൾ എന്തൊക്കെ മിടുക്കിയായി, ഞാൻ ഔട്ട്. അതുപോലെ ചേട്ടനും മണക്കാൻ വലിയ മിടുക്കനാവും, ഞാൻ ഔട്ടാവും. ഇപ്പൊ പെങ്ങൾ എവിടെ ഉണ്ട്? അവള് വീട്ടിലുണ്ട്. ഇവിടെ അടുത്തെവിടെയോ ഉണ്ട്. പെങ്ങളാണോ? അല്ല ആന. ഉറപ്പാണോ? എന്റെ മൂക്ക് നുണ പറയില്ല. ഞാൻ കണ്ടു. കൊമ്പനാണോ അതോ കൊമ്പില്ലാത്ത ആണോ? കൊമ്പില്ല, തുമ്പിക്കൈ മാത്രമേ ഇപ്പൊ കാണുന്നുള്ളൂ. ഇതൊരു പ്രത്യേകതരം ആനയാണ്. ഇതിനു മുമ്പ് കൊട്ടാരക്കര വെച്ച് ഇങ്ങനെ ഒരു തുമ്പിക്കൈ കണ്ടിട്ടുണ്ട്. ആ തുമ്പിക്കൈ എന്റെ കൈ കിട്ടി. നിന്റെ മൂക്കായിരുന്നു. അപ്പൊ നീ മണം പിടിച്ച ആന. ഒന്ന് വൃത്തിയൊക്കെ അടിക്കോ? നിങ്ങളൊക്കെ അല്ലേ ഇവിടെ പെരുമാറുന്നത്? ഇത്രയൊക്കെ മതി. ഓ ഈ കൗസിന് എന്ത് പറഞ്ഞാലും ഇങ്ങനെയാ, ഒരു സ്നേഹമില്ല. ഇനി ഞാൻ മിണ്ടൂല്ല. അയ്യോ ദേ എന്റെ പൊന്നല്ലേ. അല്ല ഞാൻ വെള്ളിയാവും. വീരമണി എന്നോട് മിണ്ടിയില്ലെങ്കിൽ ഞാൻ ഈ പണി വിട്ടു പോകും. പുതിയതായി വരുന്ന ഫോറസ്റ്റർ സുന്ദരനാണെന്ന് കേട്ടേ. വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. അയ്യോ ഞാൻ വെറുതെ പറഞ്ഞല്ലേ. കൗസ് പിണങ്ങി ഞാൻ പിണങ്ങി. ഒന്നൊന്നും രണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കടം വീട്ടി. മോനെ, കടം വീട്ടുന്നത് കാണാം. പുതിയ ഫോറസ്റ്റ് വരുമ്പോ ഈ ശൃംഗാരമൊക്കെ തീരുമല്ലോ. ഇതിനൊരു മരുന്നില്ല. അല്ലെങ്കിൽ ഈ വയസ്സന്മാർക്ക് ഈ അസുഖം കൂടുതലോ? അസൂയ, ജസ്റ്റ് ഫോർ ടച്ചിങ്സ്. അസൂയ കൊള്ളാം. എന്റെ സുമിട്ട പൊതിയല്ലേ? ഹായ് മാലോ, ആരുടെ കല്യാണം? ഓ നിന്റെ അച്ഛൻ പൊട്ടാ. ഓ അങ്ങർക്ക് ഇപ്പൊ കല്യാണം ഒന്നും വേണ്ട. അങ്ങർക്ക് പെണ്ണെന്ന് കേട്ടാ ദേഷ്യ. ആരെങ്കിലും പൂതി തോന്നി കെട്ടിക്കൊണ്ട് വന്നാ എന്നോട് പോരെടുക്കാൻ നിൽക്കും. ഞാൻ വിട്ടുകൊടുക്കില്ല. നല്ല പിടപെടക്കും ഞാൻ. അല്ലേ കൗസു? ഫോറസ്റ്റർ വരുമ്പോ വീരമണി തന്നെ മാലയിട്ട് സ്വീകരിക്കണം. ദേ കിടക്കണ കഞ്ഞിങ്ങലും എനിക്ക് നാണോ. നമുക്ക് ഈ റേഞ്ച് ഒന്ന് ചുറ്റി കാണണ്ടേ? ഇതെന്തോട്ടിനാ സാറേ, ഭയങ്കര അട്ടശല്യ. കടിച്ച ഒരു കുടം ചോരയും കൊണ്ടേ പോവും. ആ ഒരുപാട് പ്രശ്നങ്ങളുള്ള റേഞ്ച് അല്ലേ? അനധികൃതമായി പലതും നടക്കുന്നുണ്ടെന്നാണല്ലോ കേൾവി. ഇവിടെയോ? സാറേ ഒരു കാര്യം പറയട്ടെ സാറേ, കുറച്ചു നാൾ മുമ്പ് കർണാടക ഫോറസ്റ്റിൽ നിന്ന് ചന്ദന കൊള്ളക്കാരൻ വീരപ്പൻ നമ്മുടെ റേഞ്ചിലേക്ക് കടന്നു എന്നൊരു വാർത്ത വരുന്നു. അന്ന് ഞങ്ങൾ എല്ലാവരും കൂടി കാടായ കാട് മുഴുവൻ അരിച്ചു പറക്കി. എവിടെ വീരപ്പനെ കിട്ടാൻ? ഞങ്ങൾ ഈ റേഞ്ചിലുള്ളിടത്തോളം കാലം ഇവിടെ ഒന്നും നടക്കില്ല സാറേ, അല്ലേ? ആദിവാസികൾക്ക് കൊടുക്കുന്ന ലൈസൻസ് ഉപയോഗിച്ച് നാട്ടുകാർ ഫോറസ്റ്റിൽ കയറുന്നുണ്ടോ? ആദിവാസികളെ കാട്ടിലേക്ക് അപൂർവമായിട്ട് കയറാറുള്ളൂ. പഴയ പോലെ നല്ല സാറേ, അവർക്കും ഭയങ്കര പേടിയാ. ഈ കാട് കാടെന്നൊക്കെ പറച്ചിലേ ഉള്ളു സാറേ, അല്ലാതെ ഇവിടെ ഒന്നും ഇല്ലെന്നേ. എല്ലായിടത്തും ഉള്ള പോലെ കുറച്ച് മരങ്ങളുണ്ട്, കുറച്ച് മാനുണ്ട്, കുറച്ച് കുരങ്ങുണ്ട്, പിന്നെ എന്തൊക്കെ ഉണ്ടെന്ന് ആദിവാസികളോട് ചോദിച്ചാൽ അറിയാം. നിങ്ങളൊന്നും ഇതുവരെ പോയിട്ടില്ലേ? പോയിട്ടുണ്ടോന്ന് ചോദിച്ചാ പോയിട്ടില്ല. നേരം വൈകുന്ന തോന്നണേ. സ്വീകരിച്ചോ? കഴിഞ്ഞു. പുതിയ ഫോറസ്റ്റ് ആള് സുന്ദരനാണെന്ന് കേട്ടു. അയ്യേ വേണ്ട, നേരം വൈകിയതിന് സസ്പെൻഡ് ചെയ്താ വീട്ടിൽ പോകാം. ഈശ്വരോ എന്നെ ഞാൻ രക്ഷപ്പെട്ടു. അപ്പൊ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല സാർ. കൊള്ളാം, എന്നെ പോലൊരു ധീരനെ ഞാൻ കണ്ടുമുട്ടിയിരിക്കുന്നു. ആരാ നിങ്ങൾ? പുതിയ ഫോറസ്റ്റർ ആയതുകൊണ്ട് പറയാം. നിങ്ങൾ ഒരു സ്ഥലത്ത് ചാർജ് എടുക്കുമ്പോൾ ആദ്യം എല്ലാത്തിനും ഒരു അടുക്കും ചിട്ട ഉണ്ടാവണം. നമ്മുടെ വീരമണിയുടെ അച്ഛനാണ് സാർ, പട്ടാളത്തിലായിരുന്നു. ഞാൻ റിട്ടയർഡ് ലാൻഡ് നായിക് ശ്രീമാൻ ആനന്ദൻ തമ്പിയാണ്. കാട് നമ്മുടെ അമ്മയാണ് സാർ, അത് മറക്കരുത്. അത് പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ? ഈ യൂണിഫോം ഇട്ടിരിക്കുന്നത് കാടിനെ സംരക്ഷിക്കാനല്ലേ? എന്നെല്ലാവരും പറയും. അതുപോലെ ആവരുത്. കണ്ടാ തോന്നുന്ന ഈ ധീരത്വം പ്രവൃത്തിയിലും കാണിക്കണം.
ആ എന്റെ മകൻ വീരമണി. അവനെ വളർത്തിയെടുത്താൽ ഒരു ധീരനാക്കി മാറ്റാം. ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. സാറ് വിചാരിച്ച അത് സാധിക്കും. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണത്. പിന്നെ ഞാൻ പറയാതെ അവന് ലീവ് കൊടുക്കരുത്. എന്നെ എപ്പോഴും എന്താവശ്യത്തിനും സാറിന് ബന്ധപ്പെടാം. കാട്ടിലേതെങ്കിലും ആനക്കൂട്ടങ്ങളുടെ നടുവിൽ ഞാനുണ്ടാവും. ഗവേഷണമൊക്കെ നല്ലത് തന്നെ, പക്ഷെ ഉൾക്കാട്ടിലേക്ക് പോകുമ്പോ ഞങ്ങളെയൊക്കെ ഒന്ന് അറിയിച്ചിട്ട് വേണം പോവാൻ. ശ്രമിക്കാം, പക്ഷെ സമയം കിട്ടിയെന്ന് വരില്ല. ആനച്ചൂര് ഏത് ദിശയിൽ നിന്ന് വന്നാലും ആ ദിശ ലക്ഷ്യമാക്കി ഞാൻ ഒരു പോക്കങ്ങ് പോവും. ലക്ഷ്യമാണ് പ്രധാനം. അതിന് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. അതുപോലെ തിരിച്ചു ആനയുടെ സഹായം. ആന ഈ ദിശയിലാ. കുട്ടപ്പോ ഇയാൾക്കല്പം ഇത് അല്പമല്ല, സത്യം കൂടുതലാ. ഓഹോ കം ലെറ്റ്സ് മകനും ഗോ. അച്ഛനും ഒരുപോലെയാ. ഓ, അങ്ങോട്ട് പോണ്ട. അടുത്തോട്ട് പോണ്ട. ആനയാണോ അതോ എന്നെയും കൂട്ട് കളിക്കാൻ? ഇത്രയും വലിയ ആള് കുട്ടികളുടെ കളിക്കേ. എനിക്ക് അത്ര വലിയ വയസ്സൊന്നായിട്ടില്ല. 28 വയസ്സ് കഴിഞ്ഞിട്ട് 5 വർഷമായിട്ടുള്ളൂ. കുട്ടിയുടെ പേരെന്താ? ഉണ്ണിക്കുട്ടൻ. ഹായ്, ഉണ്ണിക്കുട്ടനെ കാണാൻ എന്ത് ഭംഗിയാ. അച്ഛൻ്റേത് പോലെ തന്നെ. ഉണ്ണിക്കുട്ടൻ, ഞാൻ ഉണ്ണീനെ വിളിക്കൂ. ഹായ്. ഞാൻ ഇതുവഴി വന്നപ്പോ വെറുതെ ഒന്ന് കേറിയുള്ളൂ. നമ്മളൊക്കെ മനുഷ്യല്ലോ, ഒന്ന് പരിചയപ്പെടാന്ന് വിചാരിച്ചിട്ടാ. എന്റെ പേരെയാ മായ. മായ. നല്ല പേര്. ഇരിക്ക. അയ്യോ, കേറിയ സമയമില്ല. ഒരു 100 കൂട്ടം പണിയുണ്ടോ. ഇപ്പൊ തന്നെ ഇവിടുത്തെ സാറിന്റെ കൂടെ കാട്ടി പോയിട്ട് വന്നുള്ളൂ ഡ്യൂട്ടിക്ക്. എനിക്ക് വയ്യോ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോന്നു. എന്താ പേര്? വീരമണിനോ? ഇതെന്താ പാലുണ്ണിയാണോ? അല്ല, ദിവ്യുണ്ണി. അസത്ത് സാധനം എനിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. തത്തമ്മച്ചുണ്ടി. വീരമണിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എനിക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ. എന്റെ വീട്ടിൽ ഏറ്റവും മൂത്ത അച്ഛനാ. അങ്ങനെ എപ്പോഴും ആനയുടെ പറയില്ല. ആനപ്പിണ്ടം കണ്ടാലും ആനനെ കണ്ടാലും അപ്പ ടെസ്റ്റ് ചെയ്യണം, നാടിനാണോ വരവണോന്ന്. പിണ്ടേ അങ്കിളുടെ വീട്ടിൽ ആനയുണ്ടോ? പിന്നെ എന്റെ വീട്ടിൽ ആനയുണ്ട്, സിംഹുണ്ട്, പുലിയുണ്ട്, എല്ലാ അച്ഛൻ്റെ ഇടോ. എന്റെ ഈശ്വര, ഇതിനെയൊക്കെ വളർത്താൻ പാടല്ലേ? അയ്യോ, ഒരു പാടുമില്ല. 4 ആന ഉണ്ടെങ്കിൽ ഇതിനൊക്കെ വളർത്താം. ചുമരിൽ വെച്ച് അടിച്ചാ മതി. ഒക്കെ ചുമരി ചിത്രങ്ങളാ. തത്തമ്മച്ചുണ്ടി, അസത്ത് സാധനം എനിക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ട്. എന്റെ ഈശ്വര, സമയം പോയി അറിഞ്ഞില്ലടോ. എന്ന് വെച്ചാൽ എല്ലാവരും മനുമരാ, എന്ന് വെച്ചാൽ എല്ലാവർക്കും വേണ താനും. തിരുവാതിരക്കളി തുടങ്ങിയെന്തോ. എന്റെ ടെൻഷൻ അതിലടോ. കാട്ടിലെ ആന അറിയുന്ന വരട്ടെ തത്തമ്മച്ചുണ്ടി. തെയ്യാരാ തകതക തെയ്യാരാ. അയ്യോ, തൊപ്പിടോ. തകച്ചുണ്ട. വണ്ടിക്കകത്തെന്താ? പച്ചരിയും ചെറുപലമാണ് സാറേ. ആദിവാസികളുടെ ഒറ്റമൂലി ക്യാമ്പിൽ വിതരണം ചെയ്യാനുള്ളതാ. ഇത് ഇവർ സ്ഥിരം കൊണ്ടുപോകുന്ന സാറേ. പാവങ്ങളായിട്ടുള്ള ഒരുപാട് രോഗികൾ വരുന്നുണ്ട്, വിദേശികളടക്കം. പൊയ്ക്കോ, തുറന്നു കൊടുക്ക. പൊയ്ക്കോടോ. എല്ലാത്തരം രോഗങ്ങൾക്ക് ഈ ഒറ്റമൂലി ക്യാമ്പിൽ ചികിത്സ ഉണ്ടെന്നാ പറയുന്നത്. ഭയങ്കര കഴിവുള്ള ആളാണത്രേ അവിടുത്തെ മൂപ്പൻ. പക്ഷെ ഇവിടുത്തെ ഒരൊറ്റ ആദിവാസി പോലും ഈ മൂപ്പനെ കണ്ടിട്ടില്ല. പശുവിന് പുല്ല് പറിക്കുകയാണോ? അല്ല, ഞാൻ സസ്യ ഗവേഷണം നടത്തുന്ന ആഹാ. ഒരു റിസർച്ച് സ്കോളറാണ്. താങ്കൾ ഗൂർക്കയാണോ? ആന ഗവേഷകൻ അനന്തൻ നമ്പ്യാർ. അദ്ദേഹത്തിന്റെ ആരാ? പറഞ്ഞു മുഴുമിച്ചോട്ടെ. റിട്ടയർഡ് ആയതിനു ശേഷം അദ്ദേഹം തിരിഞ്ഞത് ആന ഗവേഷണത്തിലേക്കായിരുന്നു. എന്നിട്ട് ആന ചവിട്ടിക്കൊന്നോ? കൊന്നിരുന്നെങ്കിൽ ഇങ്ങനെ മുമ്പിൽ നിൽക്കുമായിരുന്നു. ആ അനന്തൻ നമ്പ്യാരാണ് ഞാൻ. റിട്ടയർഡ് ലാൻഡ്സ്നായി ആന ഗവേഷണത്തിന് ഡോക്ടറേറ്റ് നേടുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. എന്റെ ലക്ഷ്യവും ഡോക്ടറേറ്റ് നേടുക എന്നതാണ്. ഓഹോ, നമ്മുടെ കാടുകളിൽ ഒരുപാട് അപൂർവ സസ്യങ്ങളുണ്ട്. പല മാറാരോഗങ്ങൾക്കും മരുന്ന് കണ്ടെത്താൻ എന്റെ ഈ സസ്യ ഗവേഷണം സഹായിക്കും. നമ്മുടെ കാടുകളിൽ ധാരാളം അപൂർവ ആനകളുണ്ട്. വെട്ടിമാറ്റാൻ പറ്റാത്ത തടികൾ വെട്ടിമാറ്റാനും ഉത്സവത്തിനും സർക്കസിനും അധിക ശേഷിയുള്ള ആനകളെ ലഭിക്കുവാൻ എന്റെ ഈ ഗവേഷണം സഹായിക്കും. ആ കുർത്തിമലയിലേക്ക് പോകുന്ന വഴിയിൽ ആനക്കുട്ടൻ മെയ്യുന്നത് ഞാൻ കണ്ടതാ. വരുന്ന വഴിക്ക് ചൂട് പിണ്ടം ഞാൻ കണ്ടു. അതിൽ ഗവേഷണം നടത്തി കുറച്ച് സമയം അവിടെ പോയി. സാർ ഇതുവരെ എന്റെ പേര് ചോദിച്ചില്ല. ഒരേ റൂട്ടിൽ സഞ്ചരിക്കുന്നവരാ നമ്മൾ. പരസ്പരം പേര് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. എങ്കിലും ഞാൻ പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. കസ്തൂരി. മണക്കം കുട്ടപ്പന്റെ സഹോദരിയാണ്. അതെ.
പ്രായമുള്ള ആളാണെന്നാണല്ലോ ചേട്ടൻ പറഞ്ഞത്. ശരീരത്തിനല്ലേ പ്രായം, മനസ്സിനല്ലല്ലോ. മനസ്സിന് മാത്രമല്ല, ശരീരത്തിനും പ്രായം തോന്നില്ല. ആന സസ്യം, സസ്യം ആന. ഹലോ, ജയദേവൻ സ്പീക്കിംഗ്. ഹലോ, ആരാ സംസാരിക്കുന്നത്? ആരാണെന്ന് ഇപ്പൊ അറിയണ്ട. തുടക്കത്തിൽ കബളിപ്പിക്കപ്പെട്ടു അല്ലേ? എന്താണാവോ മാഡം ഉദ്ദേശിക്കുന്നത്? ധീരനായ ഫോറസ്റ്റ് ഓഫീസറാണെന്ന് കേട്ടിട്ടുണ്ട്. എന്നിട്ടും ചെക്ക് പോസ്റ്റ് കടന്നുപോയ വണ്ടിയിൽ പച്ചരിയും ചെറുപയറുമാണെന്ന് പറഞ്ഞപ്പോ വിശ്വസിച്ചു അല്ലേ? ഇവിടെ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. ബെസ്റ്റ് ഓഫ് ലക്ക്. മായേ, കാർത്തൂന്റെ വീട് കാട്ടില. ഉണ്ണിക്കുട്ടൻ പോരുന്നുണ്ടോ കാട്ടില്? ആനേനെയും പുലിനെയും കാണിച്ചു തരൂ. ആനേനെയും പുലിനെയും സിംഹത്തെയും ഒക്കെ കാണിച്ചു തരാം. ആ, അതിരിക്കട്ടെ, ഉണ്ണിക്കുട്ടിന് തേൻ ഇഷ്ടാണോ? പിന്നെ ഭയങ്കര ഇഷ്ടാ. ഇനി വരുമ്പോ കൊണ്ടുവന്ന് തരാട്ടോ. ആ, കേട്ടോ കുഞ്ഞെ, മുമ്പ് ഇവിടെ താമസിച്ചിരുന്ന സാറിന് ഒരു മോളുണ്ടായിരുന്നു. മാളൂട്ടിന്ന പേര്. തേൻ കൊണ്ടുവന്ന് കൊടുത്തില്ലെങ്കിൽ എന്നോട് പിണങ്ങും. കാർത്തു തേൻ കൊണ്ട് തന്നില്ലെങ്കിൽ ഞാനും പണങ്ങും. നല്ല സ്വഭാവമുള്ള സാറായിരുന്നു. ഒരു ദിവസം കാട്ടില് ചത്തു കിടക്കുന്നതാ കണ്ടത്. ആരാ കൊന്നേ? ആരാന്നോ എന്തിനാന്നോ ഒന്നും അറിയില്ല. കൈയും കാലും ഒക്കെ വെട്ടിമുറിച്ച് കുറെ ദിവസം കഴിഞ്ഞിട്ടാ കിട്ടിയത്. ചീഞ്ഞളിഞ്ഞ്. ഓ,